നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 129 വീടുകൾ തകർന്നു. നൂറുകണക്കിന് മരങ്ങൾ ഒടിഞ്ഞു വീണു. ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപ നിർമ്മാണ ചെലവ്. പ്രതിവർഷം 7 ലക്ഷം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തും. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB. 2014-19 വർഷങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് അടയ്ക്കാത്തത് കാരണമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഇടപെടലിൽ പ്രശ്നപരിഹാരം. മണർകാട് ഐരേറ്റുനട പാലം അപകടാവസ്ഥയിൽ. തൂണിന്റെ ഒരു ഭാഗം ഇളകിപ്പോയി. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. പെരുമഴയ്ക്കൊപ്പം വീശിയടിച്ച കനത്ത കാറ്റിൽ കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയിൽ 129 വീടുകൾക്ക് നാശം സംഭവിച്ചു. കോട്ടയം താലൂക്കിലാണ് കാറ്റ് കൂടുതൽ നാശം വിതച്ചത്. പെരുമഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് അതിശക്തമായ കാറ്റ് ജില്ലയിലാകമാനം നാശം വിതച്ചത്. കോട്ടയം ജില്ലയിൽ 129 വീടുകളാണ് തകർന്നത്. കോട്ടയം താലൂക്കിലാണ് കാറ്റ് കൂടുതൽ വിനാശകാരിയായത്. കഴിഞ്ഞ 3 ദിവസങ്ങളായി കനത്ത മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നത്. കാറ്റും ശക്തിയാർജിച്ചതോടെ മരങ്ങൾ കടപുഴകി വീണു. കൂരോപ്പട സൗത്ത്, പാമ്പാടി എന്നിവിടങ്ങളിലും നിരവധി മരങ്ങൾ മറിയുകയും വീടുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. സൗത്ത് പാമ്പാടിയിൽ ഇന്ന് രാവിലെ ചിങ്ങക്കുഴിയിൽ വീടിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണു. കോഴിമലയിൽ NM മറിയാമ്മയുടെ വീടിന് മുകളിലേക്കാണ് പ്ലാവ് ഒടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. ആസ്ബറ്റോസ് പൊട്ടിത്തകരുകയും ഭിത്തി ഇടിയുകയും ചെയ്തു. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. കങ്ങഴ മേഖലയിലും കാറ്റ് വ്യാപക നാശം വിതച്ചു. കങ്ങഴ ഉപരിക്കൽ നടുവിലെ പറമ്പിൽ ശശിയുടെ വീടിന് സമീപം റോഡിലേക്ക് തേക്കുമരം കടപുഴകി വീണു. കുമ്പന്താനം വടക്കേൽ ഭാഗങ്ങളിൽ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. ലൈൻ കമ്പികളിലേക്ക് മരങ്ങൾ വീണത് വൈദ്യുതി തടസ്സവും ഗതാഗത തടസ്സവും ഉണ്ടാക്കി. പനച്ചിക്കാട്, കുമരകം പ്രദേശങ്ങളിലും കാറ്റ് നാശം വിതച്ചു. ശക്തമായ കാറ്റിൽ പരുത്തുംപാറയിലെ പഞ്ചായത്ത് ഓഫീസിന് മുകളിൽ സ്ഥാപിച്ച സോളാർ പാനൽ പറന്ന് നിലത്തു വീണു. വാഴൂർ, നെടുങ്കുന്നം, മണിമല, വെള്ളാവൂർ, കറകച്ചാൽ, ചിറക്കടവ്, എലിക്കുളം പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിലും വ്യാപക നാശനഷ്ടം ഉണ്ടായി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിൽ കുളിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്നവർ ഏറെ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെയുണ്ടായ കാറ്റിൽ കനത്ത നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. മരങ്ങളും ഒടിഞ്ഞു വീണു. വൈദ്യുതി ബന്ധവും തകരാറിലായി. കാലവർഷത്തോടൊപ്പം എത്തിയ കാറ്റ് പാലാ മേഖലയിൽ കനത്ത നാശം വിതച്ചു. പാലാ ഏറ്റുമാനൂർ റോഡിൽ ചേർപ്പൊങ്കലിൽ മരത്തിന്റെ ശിഖരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. മരം വീണ് റോഡരികിൽ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ലുകൾ തകർന്നു. റോഡിന് കുറുകെ മരം വീണതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. ചേർപ്പൊങ്കൽ മാർസ്ലിവ മെഡിസിറ്റിക്ക് സമീപം ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ മുകളിലേക്ക് തേക്കിന്റെ ശിഖരം ഒടിഞ്ഞു വീണു. ഉപ്പുതറ സ്വദേശിയുടെ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. കൂടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന് മുകളിലേക്കും തേക്കുമരം ഒടിഞ്ഞു വീണു. കെട്ടിടത്തിന് ചെറിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചു. കനത്ത കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കടനാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഇന്നലെ ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റ് വൻ നാശമാണ് വിതച്ചത്. കൊല്ലപ്പള്ളി മേലുകാവ് റോഡിൽ കൊടുമ്പിടി റേഷൻ കടയ്ക്ക് സമീപം കൂറ്റൻ ആഞ്ഞിലിമരം റോഡിലേക്ക് കടപുഴകി വീണു. ഇതോടെ റൂട്ടിൽ ഏറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു. പാലായിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മരം വീണപ്പോൾ വിവിധയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. KSEB അധികൃതരെത്തി വൈദ്യുതി പോസ്റ്റ് അടിയന്തരമായി മാറ്റി സ്ഥാപിച്ചു. പാലാ മേഖലയിലും നിരവധി വീടുകളുടെ മേൽക്കൂര തകരുകയും പറന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ലടയ്ക്കാത്തത് കാരണം കോട്ടയം MD സെമിനാരി സ്കൂളിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഇടപെടലിലൂടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. കുടിശ്ശികയുള്ള ബില്ല് ഉടൻ അടയ്ക്കുമെന്ന് MLA ഉറപ്പു നൽകി. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. 2014-19 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ സ്കൂളിൽ ഉപയോഗിച്ച കറണ്ട് ബില്ലിൽ കുടിശ്ശിക വന്നപ്പോഴാണ് KSEB അധികൃതർ ഫ്യൂസ് ഊരിയത്. വോട്ട് പെട്ടികളും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനും വേണ്ടി MD സെമിനാരി സ്കൂളാണ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചത്. ഈ സമയത്ത് ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് അടയ്ക്കാതെ കുടിശ്ശികയായപ്പോഴാണ് KSEB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി. വൈദ്യുതി മന്ത്രിയെയും കോട്ടയം ജില്ലാ കളക്ടറെയും വിളിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കി. ബില്ലുകൾ എത്രയും വേഗം അടയ്ക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സ്കൂൾ അധികൃതർക്ക് ഉറപ്പു നൽകി.
ഫ്യൂസ് ഊരിയതോടുകൂടി കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല, ക്ലാസ്സിലിരിക്കാൻ നിവൃത്തിയില്ല, ക്ലാസ്സിലെടുക്കാൻ നിവൃത്തിയില്ല. എല്ലാ സൗകര്യങ്ങളും അതോടുകൂടി സ്വിച്ച് ഇട്ടതുപോലെ അങ്ങ് നിന്നുപോയി. അതിനാണ് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്ററെ വിളിച്ചു, ജില്ലാ കളക്ടറെ വിളിച്ചു. മിനിസ്റ്റർ തന്നെ ഇവിടെ കളക്ടറോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ ജയിലിലുണ്ടായത് വലിയ സുരക്ഷാ വീഴ്ചയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗോവിന്ദച്ചാമിക്ക് ജയിലിന് അകത്തുനിന്നും പുറത്തുനിന്നും സഹായം ലഭിച്ചു. അതീവ സുരക്ഷ ജയിലിലേക്ക് മാറ്റേണ്ട പ്രതിയായിരുന്നു ഗോവിന്ദച്ചാമി. കണ്ണൂർ ജയിലിൽ സുരക്ഷാ കുറവുണ്ടെന്ന് DGP റിപ്പോർട്ടുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വളരെ ക്രിമിനലാണ്, ഏറ്റവും ക്രൂരമായ രൂപത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നയാൾ എന്നുള്ള നിലയിൽ അതീവ സുരക്ഷിത ജയിലിലേക്കാണ് അയാളെ മാറ്റേണ്ടത്. ഇവിടെ കണ്ണൂർ ജയിലിന് അതിനുള്ള സൗകര്യമില്ല. മാത്രമല്ല, കണ്ണൂർ ജയിലിലെ ഈ ചുറ്റുമതിലിന് പൊക്കക്കുറവാണെന്നും പുറത്തുനിന്നുള്ള ആളുകൾക്ക് അക്സസ് ഉണ്ടെന്നും അതുകൊണ്ട് അവിടെയുള്ള ഒരു സുരക്ഷിതത്വം കറക്റ്റ് അല്ലെന്ന് പറഞ്ഞ് DGPയുടെ നേരത്തെ കത്തുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതനുസരിച്ചുള്ള ഫർദർ നടപടികൾ എടുത്താൽ മതിയായിരുന്നു. അതെടുക്കാതെ വരികയും മാത്രമല്ല ഈ ക്രിമിനലിനെ അവിടെ കൊണ്ട് സൂക്ഷിക്കുകയും ചെയ്തു. സൂക്ഷിച്ചതിനകത്ത് ഒരു പഴവ് വരുത്തി. കാരണം ഇതിനകത്ത് ഒരു സെല്ലിൽ 2 പേരെ ഉണ്ടായിരുന്നത്. 2 പേരെ വെക്കാൻ പറ്റിയല്ല, ഇയാളെ ഒറ്റയ്ക്ക് ഇടേണ്ടതാണ്. അതിനകത്ത് CCTV ഉണ്ട്. ആ CCTVയുടെ നോക്കിയാൽ ഇയാളുടെ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള മേൽ നടപടികൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അയാൾ അവിടുന്ന് ചാടി ആ മതിലിൻ്റെ മേളിൽ കൂടെ കയറി അവിടുന്ന് തുണി കെട്ടി താഴോട്ടിറങ്ങി അങ്ങനെ രക്ഷപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ എത്രയോ ഭയാനകമായ ഒരു കാര്യമാണ്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. മധ്യ തിരുവിതാംകൂറിന്റെ വികസന കുതിപ്പിലെ നാഴികക്കല്ലായി മാറുന്ന നിർദ്ദിഷ്ട ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ വിശദമായ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. DPR തയ്യാറാക്കിയ കൺസൾട്ടിംഗ് ഏജൻസിയായ STUP ഈ മാസം ആദ്യമാണ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് വിശദ പദ്ധതി രേഖ കൈമാറിയത്. 7047 കോടി രൂപയാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തന്നെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റ് ക്ലിയറൻസ് ലഭിച്ചതിനാൽ വിശദ പദ്ധതി രേഖയ്ക്കും അംഗീകാരത്തിന് തടസ്സമുണ്ടാകില്ലെന്നാണ് കരുതുന്നത്. പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ തമിഴ്നാടിന്റെ ഭാഗമായ അയൽ ജില്ലകൾക്കും ശബരി വിമാനത്താവളം പ്രയോജനം ചെയ്യും. ശബരിമല തീർത്ഥാടകർക്കും പ്രവാസികൾക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്നും DPR പറയുന്നു. എല്ലാത്തരം വിമാനങ്ങൾക്കും ഇറങ്ങാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിമാനത്താവളം കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമാണ്. പ്രതിവർഷം 7 ലക്ഷം യാത്രക്കാർ വരെ വിമാനത്താവളത്തിലെത്തുമെന്ന് DPR പറയുന്നു. ആകെ 2570 ഏക്കർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത്. ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കറും 307 ഏക്കർ സ്വകാര്യ ഭൂമിയും ഉൾപ്പെടും. 3500 മീറ്റർ നീളത്തിലാണ് റൺവേ പണിയുക. 54,000 ചതുരശ്ര അടിയിലാണ് പാസഞ്ചർ ടെർമിനൽ പണിയുന്നത്. 1200 ചതുരശ്ര അടിയിൽ കാർഗോ ഏരിയയും ഉണ്ടാവും. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പ്രദേശത്ത് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. പാട്ടകാലാവധി അവസാനിച്ചതിനാൽ ഭൂമി റവന്യൂ വകുപ്പിന്റെ സ്വത്താണെന്നാണ് സർക്കാരിന്റെ വാദം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയപാതയിൽ മണർകാട് മാധവൻപടിയിലുള്ള ഐരേറ്റ് നടപ്പാലം അപകടാവസ്ഥയിൽ. വർഷങ്ങളുടെ പഴക്കമുള്ള പാലത്തിന്റെ തൂണിന്റെ ഒരു ഭാഗം മഴയിൽ അടർന്നു വീണു. മണർകാട് കോട്ടയം റോഡിൽ മാധവൻപടിക്ക് സമീപമാണ് ഐരേറ്റ് നടപ്പാലം. ഈ പാലത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വെട്ടുകല്ലും കരിങ്കല്ലും കൊണ്ടാണ് പാലം പണിതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ വെട്ടുകല്ലുകൾ അടർന്നു വീണു. അപകടകരമായ രീതിയിൽ കുഴപ്പങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കാലപ്പഴക്കമുള്ള ഈ പാലം അപകടം വരുത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നവീകരണവുമായി ബന്ധപ്പെട്ട് കണ്ടത്തിന്റെ ഇരുഭാഗങ്ങളും കരിങ്കൽ കൊണ്ട് കെട്ടി റോഡിന് വീതി കൂട്ടിയത്. മാധവൻപടിയിൽ നിന്ന് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്ത് നിരവധി അപകടങ്ങളും പതിവാണ്. ചെറിയൊരു വളവും അതിനൊത്ത കാടുപിടിച്ച പുറമ്പോക്ക് ഭാഗവും നിരന്തരമായ അപകടത്തിന് കാരണമാകുന്നുണ്ട്. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് പുറമ്പോക്കിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിനീക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും നിരവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ കേരള കൺവെൻഷൻ ഓഗസ്റ്റ് 1 മുതൽ 3 വരെ കുമരകം ഗോകുലം ഗ്രാൻഡ് 5-സ്റ്റാർ റിസോർട്ടിൽ നടക്കും. ഓഗസ്റ്റ് 1 വൈകുന്നേരം 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാരായ കെ.എൻ. ബാലഗോപാൽ, വി.എൻ. വാസവൻ, കെ. രാജൻ, റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫൊക്കാനയുടെ ഭാരത ശ്രേഷ്ഠ പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച 5 മണിയോട് കൂടിയാണ് നമ്മളൊരു ശിങ്കാരിമേളത്തോടുകൂടി പ്രോഗ്രാം തുടങ്ങുക എന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം 2 മണിക്കൂർ തിരികെ കഴിഞ്ഞ ശേഷം ഓരോ ദിവസവും കലാപരിപാടികളുമുണ്ട്. 2-ാം തീയതി സാറ്റർഡേയിൽ നമ്മൾ ഭാഷകളുടെ ഒരു പദ്ധതിയെ ആ ഒരു പ്രോഗ്രാം തുടങ്ങി. വുമൻസ് ഫോർ സ്കോളർഷിപ്പ് വിതരണം തുടങ്ങി. അങ്ങനെ ബിസിനസ് സെമിനാർ, സാഹിത്യ സെമിനാർ, പിന്നെ സ്വിം കേരള സ്വിം പ്രോഗ്രാമിന്റെ കലാശക്കൊട്ട്, ആളുകൾക്കും പ്രോസ്തറ്റിക് ലൈറ്റ് ഡിസ്ട്രിബ്യൂഷന് അങ്ങനെ തുടങ്ങി. പിന്നെ പബ്ലിക് മീറ്റിന്റെ ഒരു വാലറ്ററി ഫംഗ്ഷൻ 5 മണിക്കാണ്. അതിനുശേഷം കലാപരിപാടി. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ 45-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ സാംസ്കാരിക വിഭാഗമായ കൾച്ചറൽ സൊസൈറ്റി സുഹാനി രാത് ഗാനസന്ധ്യ സംഘടിപ്പിക്കുന്നു. ഈ മാസം 31 വൈകുന്നേരം 5 മണിക്ക് KPS മേനോൻ ഹാളിലാണ് മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 129 വീടുകൾ തകർന്നു. നൂറുകണക്കിന് മരങ്ങൾ ഒടിഞ്ഞു വീണു. ശബരിമല വിമാനത്താവളത്തിന്റെ വിശദ പദ്ധതി രേഖ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. 7047 കോടി രൂപ നിർമ്മാണ ചെലവ്. പ്രതിവർഷം 7 ലക്ഷം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തും. കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB. 2014-19 വർഷങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് അടയ്ക്കാത്തത് കാരണമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ ഇടപെടലിൽ പ്രശ്നപരിഹാരം. മണർകാട് ഐരേറ്റിനട പാലം അപകടാവസ്ഥയിൽ. തൂണിന്റെ ഒരു ഭാഗം ഇളകിപ്പോയി. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.